നീ എൻ ജീവനിൽ ഭാഗം 23. നമ്മുടെ മുന്നില് ഇവൻ പറയുന്നില്ലെങ്കിലും ഇവന്റെ മനസ്സിലും സഞ്ജീവ് നോവായി ഉണ്ടാകും. ശ്രീദേവ് അത് പറയുമ്പോൾ സായൂജ് ഒന്നും മിണ്ടാതെ തലകുനിച്ചു. അതുകൊണ്ട് എന്തായാലും ഈ യാത്ര നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല, എല്ലാവരും എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. അപ്പോഴല്ലേ ഈ പ്രശ്നം. സന്തോഷം മുഴുവനും പോയി. ശങ്കർ പറഞ്ഞു. എവിടെ പോകാൻ? എങ്ങും പോയിട്ടില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരും. അടിപൊളിയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരിക്കും ഇത്. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് കുറച്ചുകൂടി പാക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ദക്ഷയുടെ കൈ പിടിച്ച് അവരുടെ റൂമിലേക്ക് പോയി. വിശ്വ, ഇത് പ്രശ്നമാകുമേ. അവൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ശ്രീദേവിനെയും ദക്ഷയെയും ശ്രദ്ധിച്ചേ പറ്റൂ. എല്ലാവരുടെയും ശ്രദ്ധ ശ്രീദേവിലും ദക്ഷയിലും ഉണ്ടാകണം, റോയ് പറഞ്ഞു. റൂമിലെത്തിയതും ശ്രീദേവ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. എനിക്കറിയാം, ഞാൻ പറഞ്ഞതില് നിനക്ക് സങ്കടമില്ല എന്ന്. നീയും അത് ആഗ്രഹിക്കുന്നില്ലേ ദക്ഷ? ശ്രീദേവ് ചോദിച്ചു. ഉണ്ട് ദേവ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീകുട്ടി, അവളുടെ ജീവിതം അങ്ങനെ നശിച്ച് കാണാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവളുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരോട് ഒരു ദേഷ്യവും തോന്നാതിരുന്നത്. നമ്മൾ രണ്ടുപേരും അകന്ന് ജീവിക്കേണ്ടി വന്നപ്പോഴും എനിക്കൊരു ദേഷ്യവും അവളോട് ഇല്ലാതിരുന്നതും അതുകൊണ്ടാണ്. അതുപോലെ സഞ്ജീവ് പ്രഭാകർ, അദ്ദേഹം എന്നെ പ്രണയിച്ചു എന്നതിന്റെ പേരില് ഇത്രയും അധപ്പതിച്ചു പോയതാണ്. ഇത്രയും ദുഷ്ടനായി മാറിയത് എങ്ങനെയാണ് അതെനിക്കറിയണ്ട. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തില് അദ്ദേഹം മാന്യനാണ്, നല്ലവനാണ്, നല്ലൊരു വ്യക്തിയാണ്. തെറ്റ് സംഭവിച്ചത് എന്റെ കാര്യത്തിൽ മാത്രമാണ്. അത് തിരുത്താൻ ഒരവസരം കൊടുക്കാം. അതിനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 2 ജീവിതങ്ങളാണ് ശരിയാകാൻ പോകുന്നത്. ശ്രീകുട്ടിയും ഇനി സഞ്ജീവും അവർ ജീവിക്കട്ടെ, നന്നായിട്ട് തന്നെ. നമ്മൾ അതിനൊരു കാരണമാകുമെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ ദേവിന്റെ കൂടെയല്ലേ ഞാൻ നിൽക്കേണ്ടത്? അപ്പോ ദേവിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, ദക്ഷ പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അതെ, ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നാ ശരിയാവില്ല. കാരണം നമ്മൾ ഇനിയും വൈകും. അതുകൊണ്ട് ഇനിയുള്ള കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനവും എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ടാകാം. എന്തു പറയുന്നു? അത് മതിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവൻ നെറ്റിമുട്ടിച്ചു. എന്നാ പിന്നെ പോയാലോ? എല്ലാം പാക്ക് ചെയ്തെടുത്തില്ലേ? എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു തീരുമാനത്തിന് ചിലപ്പോൾ ചെറിയൊരു ഇഷ്ടക്കേടുണ്ടാകും റോയ്ക്കും ശങ്കറിനും. അത് കാര്യമാക്കണ്ട. പക്ഷേ നമ്മുടെ വിശ്വത്തിന് കാര്യം മനസ്സിലാകും. പിന്നെ നിന്റെ കൂട്ടുകാർക്ക് മനസ്സിലാകും. അവരും ശ്രീകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളുടെ ജീവിതം സേഫ് ആക്കാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിലൂടെ നമുക്ക് ഇതെല്ലാം സാധിച്ചു കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തിയിരിക്കണം, ശ്രീദേവ് പറഞ്ഞു. പറ്റില്ലേ ദക്ഷ? ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധിക്കും, അവൾ പറഞ്ഞു. എന്നാ പിന്നെ ഇനി പോകാം എന്ന് ദേവ് പറഞ്ഞതും ഞാൻ ബാഗ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗ് എടുക്കാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഇത് തന്നിട്ട് പോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ തലയുടെ പിന്നിൽ കൈവച്ച് അമർത്തി അവന്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു. അല്പസമയം കഴിഞ്ഞ് അകലുമ്പോൾ അവൾ നന്നായി തന്നെ കിതച്ചു പോയിരുന്നു. അയ്യേ, എന്റെ ദക്ഷക്കുട്ടിക്ക് ഇപ്പോഴും മര്യാദയ്ക്കൊന്നും ഉമ്മ വയ്ക്കാൻ അറിയില്ല. നിനക്ക് ഞാൻ എത്ര തവണ പഠിപ്പിച്ചു തന്നതാണ്. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. നമ്മുടെ മരണം വരെ നമുക്ക് സമയമുണ്ടല്ലോ, അവൻ പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ കൈകൊണ്ടൊന്നു നുള്ളി. വേഗം അവിടെ നിന്നും തിരിഞ്ഞു പോയി. വലിയൊരു ട്രോളി ബാഗും കൊണ്ടുവന്നു. ഇങ്ങോട്ട് താ, ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ട്രോളി ബാഗ് വാങ്ങി. അവളെയും കൊണ്ട് താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും താഴെ ഇരിക്കുന്നുണ്ട്. എന്നാ ഇറങ്ങിയാലോ? ദേവ് ചോദിച്ചതും എല്ലാവരും ഒരുമിച്ച് വണ്ടിയിലേക്ക് കയറി. ഇതേ സമയം സഞ്ജീവ് ബാഗുമായിട്ട് താഴേക്ക് വരുമ്പോൾ താഴത്തെ റൂമിൽ നിന്നും ശ്രീകുട്ടി ബാഗുമായിട്ട് ഇറങ്ങി. അവൾ ഇറങ്ങുന്നത് കണ്ടതും അവൻ അവളെ നോക്കിയെങ്കിലും മൈൻഡ് ചെയ്യാതെ അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ട്, ഗോപിച്ചേട്ടാ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം, അവൾ പറയുന്നത് കേട്ടതും നീ എങ്ങോട്ട് പോകുന്നു? സഞ്ജീവ് ചോദിച്ചു. നീയല്ല, നമ്മൾ രണ്ടുപേരും കൂടി അല്ലേ പോകുന്നത്. എന്നാലും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ
ഗോപിച്ചേട്ടനോടൊന്ന് യാത്ര പറയാൻ പാടില്ലേ? അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞതും, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. നീ എവിടെ പോകുന്നു? അവൻ ചോദിച്ചു. നമ്മളാണ് പോകുന്നത്, അവൾ വീണ്ടും പറഞ്ഞു. നമ്മളോ? ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ. എന്നെ കൊണ്ടുപോകണ്ട, ഞാൻ വന്നോളാം, അവൾ പറഞ്ഞു. വരാനോ? നീ എങ്ങും വരില്ല, ഞാൻ മാത്രമേ പോകൂ, അവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ആരും പോകില്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരും, അവൾ വാശിയോടെ പറഞ്ഞു. എടി നീ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് കണ്ടതും, ആ കുട്ടി കൂടി വന്നോട്ടെ സഞ്ജീവേ, ആ കുട്ടി കൂടി വന്ന എന്താ കുഴപ്പം? ഗോപിച്ചേട്ടൻ ചോദിച്ചു. ഞാൻ പോകുന്നത് എവിടെയായിക്കോട്ടെ, അവിടെയെല്ലാം ഇവളെ കൊണ്ടുപോകാൻ ഇവള് എന്റെ ആരാണ്? സഞ്ജീവ് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചാ ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഭാര്യയാണ്, പക്ഷെ നിങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം, അവൾ പറഞ്ഞു. ഭാര്യയോ? ഈ സഞ്ജീവിന്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ഭാര്യയായിട്ട് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുള്ളൂ. അവളായിരിക്കും എന്റെ ഭാര്യ, അവൻ പറഞ്ഞു. അത് നടക്കില്ലല്ലോ സഞ്ജീവ് പ്രഭാകർ, കാരണം അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. അങ്ങനെയുള്ള അവൾ നിങ്ങളുടെ ഭാര്യയാകാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും സമ്മതിക്കില്ല. എനിക്കറിയാം എന്റെ ദക്ഷയെ, ശ്രീകുട്ടി പറഞ്ഞു. അവളുടെ സമ്മതം ആർക്ക് വേണം? എനിക്ക് അവളുടെ സമ്മതം പോലും വേണ്ട, അവൻ പറഞ്ഞു. അവളുടെ സമ്മതമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അവളെ നിങ്ങളുടെ ഭാര്യയാക്കാൻ പറ്റില്ല. പിന്നെ അവള് നിങ്ങളുടെ ഭാര്യ ആകണമെങ്കിൽ ശ്രീദേവ് കൂടി സമ്മതിക്കണ്ടേ? ശ്രീദേവ് അവളെ ഉപേക്ഷിക്കണം, അതൊരിക്കലും ഉണ്ടാവില്ല. പിന്നെ ശ്രീദേവിനെ ഇല്ലാതാക്കി നിങ്ങൾക്ക് ദക്ഷയെ സ്വന്തമാക്കാം എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്നല്ലേ, ശ്രീദേവിന് എന്തെങ്കിലും സംഭവിച്ചാല് ആ നിമിഷം ജീവിതം അവസാനിപ്പിക്കും ദക്ഷ. അന്നവള് അങ്ങനെ ചെയ്യാതിരുന്നത് ശ്രീദേവ് തിരിച്ചു വരും, മനസ്സിലാക്കും അവളെ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ ശ്രീദേവ് ജീവനോടെ ഈ ഭൂമിയിലുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവൾ അത്രയും വലിയൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടും അവൾ ജീവിതം അവസാനിപ്പിക്കാതെ അവനു വേണ്ടി കാത്തിരുന്നത്. അതുകൊണ്ട് ശ്രീദേവിനെ ഇല്ലാതാക്കിയിട്ട് ദക്ഷയെ സ്വന്തമാക്കാം എന്നുള്ള മോഹം, ആ മോഹം മാറ്റിവെച്ചേക്ക്, അവൾ പറഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും നിൽപ്പും സംസാരം കണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാതെ പോകാൻ നോക്ക്. പോകാൻ ഇറങ്ങിയതല്ലേ, അവരുടെ വഴക്ക് കണ്ടുകൊണ്ട് നിന്ന ഗോപിച്ചേട്ടൻ പറഞ്ഞു. അതെ ഗോപിച്ചേട്ടാ, പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ ആരും പോകുന്നില്ല എന്ന് പറഞ്ഞവൾ അങ്ങനെ തന്നെ നിന്നു. അത് കണ്ടുകൊണ്ട് സഞ്ജീവ് അവളെ ദേഷ്യത്തോടെ നോക്കി. പോകാൻ ഇറങ്ങിയതല്ലേ മോനെ, അതും ഒരു സ്ഥലത്തേക്കല്ലേ, അപ്പോ ഈ കുട്ടിയെ കൂടി കൊണ്ടുപോകൂ എന്ന് ഗോപിച്ചേട്ടൻ വീണ്ടും പറഞ്ഞു. അവൻ കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ ബാഗുമായിട്ട് പുറത്തേക്കിറങ്ങി. അത് കണ്ടതും അവളും ബാഗുമായിട്ട് പുറകെ ഇറങ്ങി. സഞ്ജീവ് ഡിക്കി തുറന്ന് ബാഗ് ഡിക്കിയിലേക്ക് വെച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടി അവളുടെ ട്രോളി ബാഗുമായിട്ട് അങ്ങോട്ട് വന്നു. ഇതുകൂടി എന്ന് പറഞ്ഞ് അവൾ ആ ബാഗ് അവന് നേരെ നീട്ടിയതും അവൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഡിക്കി വലിച്ചടച്ചുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകുന്നത് കണ്ടതും അവൾ വേഗം ബാക്ക് ഡോർ തുറന്ന് ബാഗ് അവിടേക്ക് വെച്ചുകൊണ്ട് അവൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. അവൾ കയറിയിരിക്കുന്നത് കണ്ടതും സഞ്ജീവ് അവളെ രൂക്ഷമായി നോക്കി. അവളും സഞ്ജീവിനെ ഒന്ന് നോക്കിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു. പിന്നെ തിരിഞ്ഞ് ഗോപിച്ചേട്ടന്റെ അടുത്തേക്ക് നോക്കി കൈവീശി കാണിച്ചു അവൾ. സഞ്ജീവ് അപ്പോഴും വലിഞ്ഞ മുഖവുമായിട്ടാണ് വണ്ടി ഓടിച്ചത്. ശ്രീദേവിന്റെ വീടിന്റെ മുന്നിലൂടെ പാസ് ചെയ്തതും സഞ്ജീവ് അങ്ങോട്ടൊന്ന് നോക്കി. അതുപോലെ തന്നെ ശ്രീകുട്ടിയും. അവരുടെ വണ്ടി അവിടെ നിന്നും പോയി എന്ന് മനസ്സിലായതും ശ്രീകുട്ടിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അതിൽ ദക്ഷയുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഓക്കെ എന്നും അവൾ എത്തിയ സ്ഥലത്തിന്റെ പേരും ദക്ഷ പറഞ്ഞു കൊടുത്തു. ശ്രീദേവും ദക്ഷയും അടക്കം എല്ലാവരും ഹാപ്പിയായിരുന്നു. വണ്ടിയിലുണ്ടായിരുന്ന സമയം അവർ സഞ്ജീവ് പ്രഭാകറിന്റെ പേരോ ശ്രീകുട്ടിയുടെ പേരോ അവിടെ സംസാരിച്ചില്ല. ശ്രീദേവും ദക്ഷയും ഒരുമിച്ചും ബാക്കി എല്ലാവരും അവരുടെ ജോഡികളായിട്ടും ഇരുന്നു. പാട്ടും കളികളും ബഹളവുമായി ആ യാത്ര ആസ്വദിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്താൻ ശ്രീദേവ് തന്നെയാണ് പറഞ്ഞത്. വണ്ടി നിർത്തിയതും ആ സ്ഥലം നോക്കി. പേരും അവർ ഇറങ്ങിയ ഹോട്ടലിന്റെ പേരുമടക്കം ദക്ഷ ശ്രീകുട്ടിക്ക് അയച്ചു കൊടുത്തു. നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടതും അവൾ ഫോണിലേക്ക് നോക്കി. ദക്ഷയുടെ മെസ്സേജാണ് എന്ന് കണ്ടതും ശ്രീകുട്ടിയും സഞ്ജീവും നിൽക്കുന്നിടത്ത് നിന്ന് 2 കിലോമീറ്റർ മുന്നിലുള്ള ഒരു റെസ്റ്റോറന്റിലാണ്
അവർ വണ്ടി നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായതും വിശക്കുന്നു എനിക്ക്, ശ്രീകുട്ടി സഞ്ജീവിനോട് പറഞ്ഞു. അത്രയും നേരം പാട്ട് കേട്ടുകൊണ്ടിരുന്ന ശ്രീകുട്ടി ഒരക്ഷരം പോലും സഞ്ജീവിനോട് സംസാരിച്ചിട്ടില്ല. അവനും വലിഞ്ഞ മുഖവുമായിട്ടാണ് വണ്ടി ഓടിച്ചത്. ഇമ്പോർട്ടൻറ്റ് കോളുകൾ വരുമ്പോൾ എയർപോർട്ടുമായിട്ട് അവൻ സംസാരിക്കുമായിരുന്നു. അത് മാത്രമായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന സംസാരം. അപ്പോഴാണ് അവൾ വിശക്കുന്നു എന്ന് പറഞ്ഞ കാര്യം. സഞ്ജീവിനും വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ അവളുടെ വിശപ്പിന് വേണ്ടി വണ്ടി നിർത്താൻ തോന്നിയില്ല. എനിക്ക് വിശക്കുന്നില്ല, അവൻ പറഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ട്, അവൾ വീണ്ടും വാശിയോട് പറഞ്ഞു. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ വണ്ടി നിർത്തും, അവൻ പറഞ്ഞു. ആണല്ലേ, അവൾ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഡ്രൈവ് ചെയ്തു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി പുറകിലെ ബാഗ് കയ്യെത്തിച്ചെടുത്തു. ആ ബാഗ് അവന്റെ ഷോൾഡറിൽ തട്ടി അവളുടെ മടിയിലേക്ക് വന്നതും എന്താണ് ഈ കാണിക്കുന്നത്, ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. ഞാൻ എന്റെ ബാഗ് എടുത്തതാണ്, അവൾ പറഞ്ഞു. അത് മനസ്സിലായി, എന്നാ നിനക്ക് പുറകിലിരുന്നാ പോരായിരുന്നോ, അവൻ ചോദിച്ചു. അപ്പൊ നിങ്ങള് എന്റെ ഡ്രൈവറായി പോകില്ലേ? അതെനിക്കിഷ്ടല്ല നിങ്ങളെ ഡ്രൈവർ ആക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എന്റെ ഭർത്താവായിക്കോ, പക്ഷേ ഡ്രൈവർ ആകേണ്ട, അവൾ പറഞ്ഞു. അതിനും അവനൊന്ന് രൂക്ഷമായി നോക്കി. നിങ്ങൾ എപ്പോഴിങ്ങനെ കണ്ണ് തുറച്ചു നോക്കിയാ ആ കണ്ണ് താഴെ വീഴും, അവൾ പറഞ്ഞു. അവൻ വീണ്ടും ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. അപ്പോഴേക്കും അവൾ ബാഗ് തുറന്നു. അവൾ ബാഗ് തുറക്കുന്നത് കണ്ടതും സഞ്ജീവ് അതിലേക്ക് നോക്കി. ബാഗിൽ സിബ് തുറന്ന് അതിലുള്ള സാധനങ്ങളെല്ലാം മടിയിലേക്ക് എടുത്തു വെക്കുന്നത് കണ്ടതും അവന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ഒരു മിനി ബേക്കറി പോലെയാണ് അത് കണ്ടപ്പോൾ അവന് തോന്നിയത്. ഇപ്പൊ എന്ത് കഴിക്കും എന്ന് അവൾ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ടതും ഇത് എന്ത് ജന്മമാണ് എന്നുള്ള രീതിയിൽ അവളെ ഒന്ന് നോക്കി. വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അവൾ അതിൽ നിന്നും ഒരു ലേസിന്റെ പാക്കറ്റ് എടുത്തു. ബാക്കിയെല്ലാം അതിലേക്ക് തന്നെ നിറച്ചു വെച്ചുകൊണ്ട് ബാഗ് അവളുടെ സീറ്റിനടുത്ത് തന്നെ വെച്ചു. ആവശ്യം വരും, എന്തായാലും എന്നെ പട്ടിണിക്കിടാമെന്ന് കരുതിയത് ഞാൻ മുൻകൂട്ടി കണ്ട് ഓൺലൈനിൽ എല്ലാം എത്തിച്ചത് നന്നായി, അവൾ ഓർത്തു. ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നില്ലേ എന്നുള്ള ദക്ഷയുടെ മെസ്സേജ് കണ്ടതും ഈ കാലമാടന് വിശക്കുമ്പോൾ വണ്ടി നിർത്താമെന്നാ പറഞ്ഞത്, അവൾ ടൈപ്പ് ചെയ്തു. അപ്പൊ നിനക്ക് വിശക്കുന്നില്ലേ, ദക്ഷ ചോദിച്ചു. ഉണ്ട്, പക്ഷെ ഞാൻ എൻ്റെ അക്ഷയപാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രീകുട്ടി പറഞ്ഞതും ഒരു സ്മൈലി അയച്ചു ദക്ഷ. വീണ്ടും അവൾ അത് കഴിച്ചുകൊണ്ടിരുന്നു. അവൾ മുഖം തിരിച്ച് സഞ്ജീവിനോട് വേണോ എന്ന് ചോദിച്ചതും അവൻ വീണ്ടും അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. ഞാൻ ചുമ്മാ ചോദിച്ചതാ, അവൾ പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ കാറ് വലിയൊരു ഹോട്ടലിന് മുന്നിലേക്ക് തിരിയുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അപ്പൊ വിശക്കുന്നുണ്ടായിരുന്നല്ലേ, അവൾ ചോദിച്ചു. അതിനും അവനൊന്നും മറുപടി പറയാതെ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ടു. അവൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവന്റെ ഒപ്പം അവൾ നടന്നു. വലിയൊരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. അതിന്റെ റെസ്റ്റോറന്റ് ഏരിയയിലേക്ക് അവൻ നടന്നു. പുറകെ അവളും. അവൻ ചെന്ന് ഒരു ടേബിളിന്റെ അടുത്തായി ചെയർ വലിച്ചിട്ടിരുന്നു. അവന്റെ അടുത്തായി അവളും ഇരുന്നു. സഞ്ജീവ് അവനുള്ള ഭക്ഷണം മാത്രം ഓർഡർ ചെയ്തു. അപ്പോഴേക്കും അവൾ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഓർഡർ ചെയ്തു. അതെല്ലാം കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി. ഇത് മുഴുവനും ഇവള് കഴിക്കോ എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. എന്നാ അതൊന്നും നോക്കാതെ അവൾ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സഞ്ജീവ് ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞതും എല്ലാത്തിനും ഒരുമിച്ചുള്ള ബില്ലാണ് അവർ കൊണ്ടുവന്നത്. സഞ്ജീവ് അവളെ ഒന്ന് നോക്കി. നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ നീ ഓർഡർ ചെയ്ത് കഴിച്ചോളണം, അതിന്റെ പേയ്മെന്റ് നീ തന്നെ കൊടുക്കണം, അവൻ പറഞ്ഞു. എന്റെ ബില്ല് കൊടുത്തോ, ഞാൻ തരാം, അവൾ പറഞ്ഞു. സ്ത്രീധനത്തില് അത് കൂടി കൂട്ടിത്തരാം, അവൾ പതിയാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവൻ ബില്ല് കൊടുത്തു വിട്ടു. അവളെ ഒന്ന് നോക്കി. ഞാൻ തരാന്നേ, തീർച്ചയായിട്ടും തരും, അവൾ പറഞ്ഞു. അവൻ കൈ കഴുകാൻ എഴുന്നേൽക്കുന്നത് കണ്ടതും എന്റെ കഴിഞ്ഞില്ല, അവൾ പറഞ്ഞു. അതിന് അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. വീണ്ടും കൈ കഴുകാനായി നടന്നു. കൈ കഴുകി വന്നിട്ടും അവൾ അപ്പോഴും ടേബിളിൽ ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടതും അവൻ വേഗം പുറത്തേക്കിറങ്ങി. അവൻ പുറത്തേക്കിറങ്ങുന്നത് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ ശ്രീകുട്ടി ടേബിളിൽ ഇരുന്നു. അപ്പോഴും ആ കാറിന്റെ താക്കോൽ അവളുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു. ഇപ്പോ സാറ് വരും, അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞതും അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. കൈ കഴുകി വന്നതും സഞ്ജീവ് അവിടെ നിന്നും വരുന്നത് അവൾ കണ്ടു. കൈ കഴുകി തുടച്ചുകൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. പോകാം, അവൾ ചോദിച്ചു. എന്റെ വണ്ടിയുടെ താക്കോൽ എവിടെ, അവൻ ചോദിച്ചു. ഞാനെടുത്തില്ല, നിങ്ങളുടെ കയ്യിലല്ലായിരുന്നോ, അവൾ ചോദിച്ചു. അപ്പോഴാണ് ടേബിളിൽ അവൻ ഇരുന്ന ഭാഗത്തായിട്ട്
ഗ്ലാസിന്റെ അടുത്തിരിക്കുന്ന താക്കോൽ അവൻ കണ്ടത്. അവൻ വരുന്നത് കണ്ടപ്പോൾ അവൾ അവിടെ വെച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോയതാണ്. അവൻ അത് എടുത്തുകൊണ്ട് വേഗം പുറത്തേക്ക് പോയി. തൊട്ടുപിറകിലായി ചെറിയൊരു പുഞ്ചിരിയോടെ അവളും നടന്നു. അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. കാറിൽ ഒരു ഹിന്ദി സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. അവൾ സഞ്ജീവിനെ നോക്കിക്കൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു. സഞ്ജീവ് അത് കാണുന്നുണ്ടായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.